ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അടപ്രഥമൻ്റെ റെസിപ്പിയാണ്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അട നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. കുത്തരി ഉപയോഗിച്ചാണ് ഇതിൻ്റെ അട തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 175 ഗ്രാം കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ അരകല്ലിലാണ് ഈ അരി അരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് പായസം തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രൈൻഡറിലോ മിക്സിയിലോ അരച്ചെടുക്കാം. അരകല്ലിൽ അരച്ചെടുക്കുന്നതിനൊരു പ്രത്യേക സ്വാദാണല്ലേ. അരി അരയ്ക്കുമ്പോൾ ഒരു നുള്ളി ജീരകം കൂടി ചേർത്തരച്ചാൽ അടയുടെ സ്വാദ് കൂടും. അങ്ങനെ നമ്മുടെ അരി മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. നമ്മൾ ഈ മാവ് വാഴയിലയിൽ ഒഴിച്ച് ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. വാഴയിലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകാത്ത പരുവത്തിന് വേണം മാവ് ലൂസാക്കാൻ. ഈ മാവിൽ ഒരു നുള്ളി ഉപ്പ് ചേർക്കാം. ശർക്കരയിൽ ചെറുതായി ഉപ്പുണ്ടാവാം, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിൽ അടുത്ത വാഴയില വയ്ക്കുക. വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. നൈസായിട്ട് പരത്തുക. ഈ ഒരു സ്റ്റെപ്പ് 4-5 ഇല വയ്ക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഒരു ഇഡ്ഡലി പാത്രമോ സ്റ്റീമറോ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം ഇത് ആവിയിൽ നന്നായി പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അട നന്നായി വെന്തിട്ടുണ്ട്. ഈ മാവിന് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ അടയെടുത്ത് തണുക്കാൻ വയ്ക്കാം. അട നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇലയിൽ നിന്ന് നമുക്ക് അട അടർത്തിയെടുക്കാം. ഇതിന് പല പല ഷേപ്പാണ്. കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരേ ഷേപ്പിലാവില്ല. പക്ഷേ ഈ അട വെച്ചുണ്ടാക്കുന്ന പായസത്തിന് നല്ല സ്വാദാണ്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായി ഉരുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. ഇതിനകത്ത് കട്ടയായിട്ടൊന്നുമില്ല, എല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ശർക്കരപ്പാനി ചെറുതായി തണുത്ത് കഴിയുമ്പോൾ ഇത് അരിച്ചെടുക്കാം. ചിലപ്പോൾ ശർക്കരപ്പാനിയിൽ ഇമ്പ്യൂരിറ്റീസ് കാണും. അത് മാറാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത് നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. 750 ml ആണ് ശർക്കരപ്പാനിയുടെ അളവ്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അട ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശർക്കരപ്പാനി നന്നായി വറ്റി അടയുമായി ചേർന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ അടയിൽ നന്നായി ശർക്കരപ്പാനി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഈ പാൽ നന്നായി വറ്റി വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ 100 ഗ്രാം ചവ്വരി വേവിച്ചത് കൂടെ പായസത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി ചേർത്താൽ പായസത്തിന് നല്ല കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടും. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മൾ ചേർത്തിരുന്ന രണ്ടാം പാല് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം അടയും ശർക്കരയും തേങ്ങാപ്പാലും എല്ലാമായി നന്നായി യോജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇളക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചത് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയുടെ കൊത്താണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കശുവണ്ടി വറുത്ത് കോരാം. ഇനി മുന്തിരിങ്ങ വറുത്ത് കോരാം. ഇനി നമുക്ക് ഏലക്കായും ചുക്കും നന്നായി പൊടിച്ച് ഇത് പായസത്തിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും പായസത്തിൽ ചേർത്ത് നന്നായി ഇളക്കാം. അങ്ങനെ ട്രഡീഷണൽ രീതിയിലുള്ള നല്ല സ്വാദിഷ്ടമായ അടപ്രഥമൻ തയ്യാറായി. ഈ പായസം ഉണ്ടാക്കാൻ എന്നെ സഹായിച്ച ഡാഡിക്കും മമ്മിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മറ്റൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.